കരുണയുള്ളവരെ കനിയണമേ, നിങ്ങളുടെ കാരുണ്യം കാത്ത്. പ്രേക്ഷകർക്ക് സ്ട്രേറ്റ് ഫോർവേഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് വണ്ടിപ്പുര 1-ാം വാർഡിലാണ്. 1-ാം വാർഡിൽ സുനിതയുടെ വീട്ടിന് മുന്നിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗുരുതരമായ രോഗം ബാധിച്ച് മരണപ്പെട്ടുപോയ സുനിതയുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. അവർക്ക് ആരും ആശ്രയമില്ല. ഒരു വളരെ വൃദ്ധയായ 80 വയസ്സ് പ്രായം കഴിഞ്ഞ മുത്തശ്ശിയുടെ തണലിൽ ആര് തണലാകണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. പാളയംകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി വീണയും 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി വിജിതയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ കയറിക്കിടക്കാൻ ഒരിടമോ താമസ സൗകര്യമോ ഭക്ഷണമോ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള പഠനോപകരണങ്ങളോ ലഭ്യമല്ലാതെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അവരെ നമുക്ക് സമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിങ്ങളും ഒരുമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന UDFന്റെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് താജുദ്ദീൻ അഹമ്മദ്, ഈ വാർഡ് മെമ്പർ സൂരജ്, അതുപോലെ NFPR നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സിന്റെ താലൂക്ക് പ്രസിഡന്റ് ജലജ ചന്ദ്രൻ തുടങ്ങി ഒട്ടനവധി പ്രമുഖരായ സാമൂഹിക പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. മുൻ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് താജുദ്ദീൻ അഹമ്മദ് നമ്മോട് സംസാരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നിരാലംബരായിട്ടുള്ള 2 കുഞ്ഞുങ്ങളെ അവശേഷിപ്പിച്ച് ഈ കുഞ്ഞുങ്ങളുടെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ അവരുടെ സംരക്ഷണമായിട്ടുള്ളത് ഏകദേശം 80 വയസ്സ് പ്രായമുള്ള മുത്തശ്ശി മാത്രമാണ്. അവരുടെ സംരക്ഷണം തന്നെ മറ്റാളുകളുടെ ഔദാര്യത്തിൽ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം, ഒരു കുടുംബ അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. ഈ കുരുന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ ചെലവുകളും മറ്റ് ചെലവുകളും തന്നെ വലിയൊരു ഭാരിച്ച ചെലവ് തന്നെ നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണം കൂടി നമ്മുടെ സമൂഹം ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അവരുടെ അമ്മയുടെ പേരുള്ള 3 സെന്റ് വസ്തു മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. സ്വന്തമായി വീടോ താമസിക്കുവാൻ വേണ്ടി ഒരു ഇടമോ അതുപോലെ തന്നെ ആഹാരത്തിന് വേണ്ടി പോലും പരാശ്രയമില്ലാതെ കഴിഞ്ഞു പോകാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഉദാരമനസ്കരായിട്ടുള്ള നമ്മുടെ ഇന്നാട്ടിലെ ബഹുജനങ്ങളുടെ ഒരു സഹായവും സഹകരണവുമില്ലാതെ അവർക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരുടെയും മനസ്സ് ഒരു അറിഞ്ഞു അവരെ സഹായിക്കുവാൻ, അവരെ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഇന്നാട്ടിലെ ബഹുജനങ്ങൾ, ഉദാരമനസ്കരായിട്ടുള്ള ബഹുജനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ളത്. വർക്കല താലൂക്ക് പ്രസിഡന്റ് ജലജ ചന്ദ്രൻ സംസാരിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചെറുതിലോട്ട് അറിയാവുന്നവരാണ്. ഇവരുടെ അമ്മ കുടുംബമായി എനിക്കറിയാം. പക്ഷെ ഇത്ര ഒരു അവസ്ഥയും ഇങ്ങനെ ഒരു സാഹചര്യമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ നമ്മുടെ വാർഡ് മെമ്പറും പറഞ്ഞാണ് എനിക്ക് അറിയാവുന്നത്. എനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ ആ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാം ജനങ്ങളും എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പഞ്ചായത്ത് അംഗം സൂരജ് നമ്മോട് സംസാരിക്കുന്നു. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. എൻ്റെ പേര് സൂരജ്. അതോടൊപ്പം തന്നെ ഇതെൻ്റെ നാട്ടുകാരാണ്. എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഞാൻ ഈ നാട്ടിൽ വളർന്നതുകൊണ്ടും അതിനുപരി എനിക്ക് ഇവരെ നല്ലോണം അറിയാം. ഈ വർഷങ്ങളായിട്ട് ഈ കുട്ടികളെ അമ്മ അച്ഛൻ ഉപേക്ഷിച്ച് പോയി. അതുപോലെ തന്നെ കിടപ്പിലാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫുൾ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഞാൻ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള അക്കൗണ്ട് നമ്പരെല്ലാം ഈ വീഡിയോയിലൂടെ അമ്മ അന്തി ഉറങ്ങുന്ന ഈ 3 സെന്റ് മണ്ണിൽ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പകച്ചു നിൽക്കുകയാണ് വീണയും വിജിതയും. 6 വയസ്സുകാരി വീണയ്ക്കും 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വീണയ്ക്കും 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിജിതയ്ക്കും 11ഉം 12ഉം വയസ്സായ ഈ കുരുന്ന് പെൺകുട്ടികൾക്ക് തലചായ്ക്കാൻ ഒരിടവും അവരുടെ അമ്മയുടെ 3 സെന്റ് വസ്തുവിൽ ഒരു വീടും പഠിക്കുവാനുള്ള സൗകര്യവും ആഹാരത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും ഒക്കെയുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുവാൻ അവർ ആരോട് ചോദിക്കണമെന്നറിയാതെ നിൽക്കുകയാണ്. പൊതുസമൂഹം ഇവരെ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയോടെ. ആ കൊച്ചുങ്ങളുടെ 80 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിയാണ്. ആ മുത്തശ്ശി നമ്മളോട് അഭ്യർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ ഞാനാണ് നോക്കുന്നത്. തള്ളേനെ ഞാൻ 3 വർഷം കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട്
എനിക്ക് ഈ കൈക്കും സ്വാധീനമില്ല, കാലിനും സ്വാധീനമില്ല. ഈ കൈ കൊണ്ടാണ് എന്റെ കുട്ടീനെ ഞാൻ നോക്കിയത്. ഞാൻ തന്നെ നോക്കാന്നും പറഞ്ഞിരിക്കുകയാണ്. അല്ലതാ അവിടെ ഇരിക്കുക. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുവാൻ എല്ലാ സുമനസ്സുകളുടെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇവരെ സഹായിക്കണം. ക്യാമറമാൻ ശശികുമാറിനൊപ്പം പ്രദീപ് ശിവഗിരി, സ്ട്രൈറ്റ് ഫോർവേഡ്.